അർജുനോട് താൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് ജാൻമണി ഇപ്പോൾ ലൈവിൽ പറഞ്ഞത്. ജിൻഡോയോടും യമുനയോടുമാണ് ജാൻമണി സംസാരിച്ചത്. അപ്പൊ ലൈവിൽ ഇവർ മൂന്ന് സംസാരിക്കുമ്പോൾ ജാൻമണി പറയുകയാണ്, അവന്റെ ചിരി കണ്ടില്ല, അവനോടൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതുപോലെ തന്നെ നോറയോടും റസ്മിനോടും എന്നും പറയുന്നുണ്ട്. അന്ന് ചായ പ്രശ്നത്തിൽ ഇവിടെ തുടങ്ങിയതാണെന്നും അവനൊക്കെ കാരണമാണ് ഞാൻ പുറത്തായത്, എന്റെ ദേഷ്യം പുറത്തായത് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അവർ മൂന്നുപേരും കളിച്ചിട്ടാണ് ഞാൻ ആ വീക്ക് പോയത്, അതൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ജിൻഡോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാൻമണി പറയുന്നത്. ഇത് ഗെയിം അല്ലേ, വിട്ടേക്കെന്ന് യമുന പറയുന്നുണ്ട്. ഇത് ഗെയിം ഇവിടെയാണ് തീരുന്നുള്ളൂ, ഓൾ ലൈഫ് ഞാൻ ക്ഷമിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ജാൻമണി പറയുന്നത്. ഈ ജന്മത്തിൽ മരിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്ത ജന്മത്തിൽ പോലും ക്ഷമിക്കില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത്രയ്ക്കും വിഷം എന്റെ മനസ്സിലുണ്ടെന്നും ഞാൻ പാമ്പാണ്, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അർജുനെ, റസ്മിനെ, നോറയെ പറ്റിയാണ് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഗെയിം അല്ല, അത് വിട്ടുകളാന്നൊക്കെ ജിൻഡോയും യമുനയും ഒക്കെ പറയുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ജാൻമണി വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരെ പോലെ ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടു കിടക്കുന്ന ഒരാള് എന്റെ പൊന്നോ ഒന്നും പറയാനില്ല. ഇവര് തന്നെ പറയുവാണ് 3 പേർക്കുള്ള വിഷം ഇവര് കരുതിയിട്ടുണ്ട് എന്നുള്ളത്. നോറയായിട്ടും റസ്മിനായിട്ടും അർജുനുമായിട്ടായിരുന്നു ജാൻമണിക്ക് അവിടെ പ്രശ്നമുണ്ടായിരുന്നത്. അത് കാരണമാണ് പുള്ളിക്കാരി പുറത്തു പോയെന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരു ഇത്. ദേഷ്യം പുറത്തു കൊണ്ടുവന്നതും അവരാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യണത് ഇതുപോലെ തന്നെ ഉള്ളവരായിരിക്കുമെന്നും നമുക്ക് പറയാം. ഇവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടാണല്ലോ അർജുനെതിരെ ഡീഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പറയണത് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് പറയാനാണ്. നോറ പറഞ്ഞ ഡയലോഗാണ് ശരിക്കും ഓർമ്മ വരുന്നത്. നിലപാടില്ല, നിലവാരമില്ല, മാനമില്ല, നാണമില്ല, സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയൂല, അങ്ങനെയുള്ളവരാണ് ഇവരുടെ കൂടെയൊക്കെ കൂടിയിരിക്കുന്നത്.